എല്ലാവർക്കും PSC ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ SCRTയുടെ 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ആണ് എടുക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ മധ്യകാല ഇന്ത്യ. അപ്പോൾ മുഗൾ ഭരണവും അതുപോലെ സൂഫി പ്രസ്ഥാനം, ഭക്തി പ്രസ്ഥാനം, പിന്നെ ജനജീവിതം, അവരുടെ തൊഴിലുകൾ, അങ്ങനെയുള്ള അന്ന് മധ്യകാല ഇന്ത്യയിലുണ്ടായിരുന്ന ജനങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മുഗൾ ഭരണം എത്ര കാലഘട്ടം വരെ ഉണ്ടായിരുന്നു? 1526 മുതൽ 1857 വരെയായിരുന്നു മുഗൾ കാലഘട്ടം. അപ്പോൾ 1526 എന്തായിരുന്നു? ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നു. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ ജയിക്കുകയും അങ്ങനെ ബാബർ മുഗൾ രാജവംശം സ്ഥാപിക്കുകയും ചെയ്തു. 1857 മഹത്തായ വിപ്ലവം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഈ ഒരു മുഗൾ ഭരണത്തിന് തിരശ്ശീല വീഴുകയും ചെയ്തു. അപ്പോൾ മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേരുത്ഭവിച്ചത്. മംഗോൾ എന്ന പദമാണ് അതിന് ആധാരം. തിമൂറിൻ്റെയും ചെങ്കിസ് ഖാൻ്റെയും പിൻതലമുറക്കാർ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ രാജവംശമാണ് മുഗൾ രാജവംശം. അപ്പോൾ അവരുടെ പിൻതലമുറയായിട്ടാണ് മുഗൾ രാജവംശം അറിയപ്പെടുന്നത്. സൽത്തനത്ത് ഭരണം അവസാനിപ്പിച്ച് ഡൽഹി കേന്ദ്രമായി 1526 ബാബർ തുടക്കം കുറിച്ച ഭരണമാണ് മുഗൾ ഭരണം. അപ്പോൾ മുഗൾ ഭരണത്തിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഡൽഹിയാണ്. 1526 സ്ഥാപിതമായത്. പിന്നെ സൽത്തനത്ത് ഭരണത്തിൻ്റെ ലാസ്റ്റ് കണ്ണിയായിരുന്ന ലോധി വംശത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മുഗൾ ഭരണം ആരംഭിച്ചത്. മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526. ഒന്നാം പാനിപ്പത്ത് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലായിരുന്നു. അങ്ങനെ ബാബർ ജയിച്ചു. ലോധി വംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്നു ഇബ്രാഹിം ലോധി. അടുത്തതായിട്ട് ബാബർ, ആദ്യത്തെ രാജാവായ ബാബറെ കുറിച്ചാണ് പറയുന്നത്. മുഗൾ രാജവംശ സ്ഥാപകനാണ് ബാബർ. കാബൂളിലെ ഭരണാധികാരിയായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി പീരങ്കിയും വെടിമരുന്നും ഉപയോഗിച്ചു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി പീരങ്കിയും വെടിമരുന്നും ഉപയോഗിച്ച രാജാവായിരുന്നു ബാബർ. അടുത്തതായിട്ട് മുഗൾ ഭരണാധികാരികളുടെ കാലഘട്ടമാണ് ആ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഭരണാധികാരിയായിരുന്നു ബാബർ. 1526 മുതൽ 1530 വരെയായിരുന്നു കാലഘട്ടം. 4 കൊല്ലം മാത്രമേ ഭരിച്ചിരുന്നുള്ളൂ. അടുത്തതായിട്ട് ഹുമയൂൺ 1530 മുതൽ 40 വരെയും അതുപോലെ 1555 മുതൽ 1556 വരെയും. മൂന്നാമത്തെ ഭരണാധികാരിയായിരുന്നു അക്ബർ. 1556 മുതൽ 1605 വരെ. അതുപോലെ ജഹാംഗീർ 1605 മുതൽ 1627 വരെ. അത് കഴിഞ്ഞ് ഷാജഹാൻ ആയിരുന്നു 1628 മുതൽ 1658 വരെ. പിന്നെ ഔറംഗസേബ് 1658 മുതൽ 1707 വരെ. ബാബറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരിയായിരുന്നു ഹുമയൂൺ. നിർഭാഗ്യവാനായ മുഗൾ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ഹുമയൂണാണ്. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. നിർഭാഗ്യവാനായ മുഗൾ ഭരണാധികാരി ഹുമയൂണാണ്. ഏറ്റവും കുറച്ച് കാലം ഭരിച്ച മുഗൾ ഭരണാധികാരിയാണ് ബാബർ. നമ്മൾ പറഞ്ഞു 4 കൊല്ലം ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മുഗൾ ഭരണാധികാരി ഔറംഗസേബാണ്, അവസാനത്തെ ആൾ. അടുത്തതായിട്ട് അക്ബർ, മൂന്നാമത്തെ ചക്രവർത്തിയായ അക്ബർ. ഏറ്റവും മഹാനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് അക്ബറാണ്. അക്ബറിൻ്റെ പുതിയ തലസ്ഥാനമാണ് ഫത്തേപൂർ സിക്രി. അപ്പോൾ ഡൽഹി ആസ്ഥാനമായിട്ടാണ് മുഗൾ ഭരണം ആരംഭിച്ചത്. അക്ബറിൻ്റെ പുതിയ തലസ്ഥാനമായിരുന്നത് ഫത്തേപൂർ സിക്രിയാണ്. അക്ബറിൻ്റെ കാലഘട്ടത്തിൽ വിവിധ മതങ്ങളിലെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിരുന്ന സ്ഥലമാണ് ഇബാദത്ത് ഖാന. അപ്പോൾ ഇബാദത്ത് ഖാനയുടെ പ്രത്യേകത, വിവിധ മതങ്ങളിലെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിരുന്ന സ്ഥലമായിരുന്നു ഇബാദത്ത് ഖാന. ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ച മുഗൾ ഭരണാധികാരിയായിരുന്നു അക്ബർ. ഏതാണ് വർഷം? 1575. അപ്പോൾ ആ ഒരു വർഷം നോട്ട് ചെയ്ത് വെക്കുക. 1575 ഇബാദത്ത് ഖാന അക്ബർ പണി കഴിപ്പിക്കുന്നത്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനം അഥവാ മതമാണ് ദിൻ-ഇ-ഇലാഹി. അപ്പോൾ ദിൻ-ഇ-ഇലാഹി മതം, അത് എല്ലാ മതങ്ങളിലെയും നല്ല വശങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് അക്ബർ സ്ഥാപിച്ച ഒരു മതമാണ്. ആ ഒരു പേര് നോട്ട് ചെയ്ത് വെക്കുക. ചോദിക്കാറുണ്ട്, ദിൻ-ഇലാഹിയുടെ വർഷവും ചോദിക്കാറുണ്ട്. അതുപോലെ ആരാണ് ദിൻ-ഇലാഹി മതത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? അപ്പോൾ 1582 അക്ബർ രൂപം കൊടുത്ത മതമാണ് ദിൻ-ഇ-ഇലാഹി. ദിൻ-ഇ-ഇലാഹി ദർശനത്തിൻ്റെ ആശയം എന്തായിരുന്നു? സുൽഹ് ഇ കുൽ, എല്ലാവർക്കും സമാധാനം. അതാണ് ആ ഒരു അറബി വാക്കിൻ്റെ മീനിങ്. സുൽഹ് ഇ കുൽ എന്ന
എല്ലാവർക്കും സമാധാനം എന്ന ആശയമായിരുന്നു ദിൻ ഇലാഹി മതത്തിൻ്റെ ദർശനം. എല്ലാ ദർശനങ്ങളും മനുഷ്യക്ഷേമത്തിന് വേണ്ടി ഉള്ളതാണെന്ന ആശയം വ്യക്തമാക്കിയ ഭരണാധികാരി അക്ബർ. അപ്പോൾ അക്ബർ ആയിരുന്നു ഏറ്റവും മഹാനായ ചക്രവർത്തി എന്ന് പറയുന്നതിൻ്റെയൊക്കെ കാരണം ഇതാണ്. അക്ബറിൻ്റെ രാജസദസ്സിനെ അലങ്കരിച്ചിരുന്ന പ്രധാന വ്യക്തികൾ രാജാ തോഡർമാനും രാജാ മാൻസിംഗും അതുപോലെ രാജാ ഭഗവൻദാസ് ബീർബൽ. അപ്പോൾ ഈ 4 പേരായിരുന്നു പ്രധാന വ്യക്തികൾ. അക്ബർ നിർത്തലാക്കിയ മതനികുതിയാണ് ജസിയ. എപ്പോഴാണ് ജസിയ നിർത്തലാക്കിയത്? 1564. അപ്പോൾ ജസിയ നിർത്തലാക്കിയ കൊല്ലം ചോദിക്കാറുണ്ട്. അതുപോലെ ആരാണ് ജസിയ നിർത്തലാക്കിയതെന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ അക്ബറാണ് 1564. അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലെ നവരത്നങ്ങൾ. അപ്പോൾ സദസ്സിലെ നവരത്നങ്ങൾ എന്നറിയപ്പെട്ട പണ്ഡിതന്മാരുടെ പേരുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. താൻസൻ, ബീർബൽ, രാജാ തോഡർമാൻ, മാൻസിംഗ്, അബുൾ ഫസൽ, അബുൾ ഫേസി, അബുൾ റഹീം ഖാൻ ഇ ഖാന, ഫക്കീർ അസിയോദ്ദീൻ, മുല്ല ദോ പിയാസ. അപ്പോൾ ഈ ഒരു പേരുകളൊക്കെ നമ്മളൊന്ന് വെറുതെ വായിച്ചിട്ടാണെങ്കിലും ഓർത്തു വെക്കുക. അക്ബറിൻ്റെ ധനകാര്യ മന്ത്രിയായിരുന്നു രാജാ തോഡർമാൻ. അപ്പോൾ പ്രധാനപ്പെട്ട സദസ്സിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ താഴേക്ക് പറയുന്നുണ്ട്. രാജാ തോഡർമാൻ ധനകാര്യ മന്ത്രിയായിരുന്നു. 1576 ഹാൽഡിഘട്ട് യുദ്ധത്തിൽ അക്ബറിന് വേണ്ടി മഹാറാണ പ്രതാപിനെതിരെ യുദ്ധം ചെയ്ത അക്ബറിൻ്റെ ജനറലായിരുന്നു മാൻസിംഗ്. അപ്പോൾ മാൻസിംഗിൻ്റെ പ്രത്യേകത എന്താണ്? അക്ബറിൻ്റെ സൈന്യത്തിൻ്റെ ഒരു ജനറലായിട്ട് ആർക്കെതിരെ യുദ്ധം ചെയ്തു? ഹാൽഡിഘട്ട് യുദ്ധത്തിൽ മഹാറാണ പ്രതാപിനെതിരെ യുദ്ധം ചെയ്തു. 1576 ഹാൽഡിഘട്ട് യുദ്ധം. അക്ബറിൻ്റെ സദസ്സിലെ സംഗീതജ്ഞനായിരുന്നു താൻസൻ. യഥാർത്ഥ പേര് രാമതാണു പാണ്ഡെ. താൻസൻ്റെ യഥാർത്ഥ പേര് ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്. രാമതാണു പാണ്ഡെയാണ് യഥാർത്ഥ പേര്. അക്ബറിൻ്റെ ദിൻ ഇലാഹി മതം സ്വീകരിച്ച ഒരേ ഒരു ഹിന്ദുവായിരുന്നു ബീർബൽ. അപ്പോൾ അക്ബറിൻ്റെ സദസ്സിൽ അലങ്കരിച്ചിരുന്ന പ്രധാന പണ്ഡിതനായിരുന്നു ബീർബൽ. ദിൻ ഇലാഹി മതം സ്വീകരിച്ച ഒരേ ഒരു ഹിന്ദുവായിരുന്നു ബീർബൽ. അടുത്തതായി മാൻസബ്ദാരി സമ്പ്രദായം. അക്ബറിൻ്റെ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. മാൻസബ്ദാരി എന്നൊരു സൈനിക സമ്പ്രദായം കൊണ്ടുവന്നത് അക്ബറാണ്. എന്താണ് അതിൽ പറയുന്നത്? ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥ ചെയ്യുന്ന അക്ബറിൻ്റെ സൈനിക വ്യവസ്ഥയാണ് മാൻസബ്ദാരി. അപ്പോൾ ഒരാളെ ക്യാപ്റ്റനായിട്ട് വെച്ചുകൊണ്ട്, ലീഡറായിട്ട് വെച്ചുകൊണ്ട് ഒരു സൈനിക വ്യൂഹം പ്രവർത്തിക്കുന്നു. അതാണ് മാൻസബ്ദാരി. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരം അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. അപ്പോൾ അത്രയും കാലം സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകിക്കൊണ്ട് സൈന്യത്തെ നിലനിർത്തണമായിരുന്നു. അപ്പോൾ ഇത് ഓരോരോ വ്യൂഹങ്ങളായിട്ട് വേർതിരിച്ചുകൊണ്ട് ഓരോ ആളുകളുടെ കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടാക്കിയെടുക്കുന്നു. മാൻസബ്ദാർമാരുടെ പദവി നിശ്ചയിച്ചിരുന്നതിൻ്റെ മാനദണ്ഡം അഥവാ മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത് എന്തായിരുന്നു? ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണം. അപ്പോൾ മാൻസബ്ദാർമാർ ഇത്ര എണ്ണം സൈനികരെ അവർക്ക് കീഴിൽ നിലനിർത്തണം. മാൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ചാണ് ഭൂമി പതിച്ച് നൽകിയിരുന്നത്. അപ്പോൾ മാൻസബ്ദാർക്കാർക്ക് ഇങ്ങനെയുള്ള ഓരോ ഓഫറുകളും ഉണ്ടായിരുന്നു. ഭൂമി പതിച്ച് നൽകുന്നു, എത്ര എണ്ണം അനുസരിച്ചാണ്, എത്ര പേരെ അവരുടെ കീഴിൽ നിർത്തുന്നു എന്നതിനനുസരിച്ച്. പതിച്ച് ലഭിച്ച ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മാൻസബ്ദാർമാർ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. അപ്പോൾ അവർക്ക് ഭൂമി പതിച്ചു കൊടുക്കുകയും അവിടുത്തെ നികുതിയും കാര്യങ്ങളും ഒക്കെ ഇവർ എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ സൈന്യത്തെ തീറ്റിപ്പോറ്റുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തിരുന്ന സമ്പ്രദായമാണ് ജാഗിർദാരി. അപ്പോൾ ജാഗിർദാരി സമ്പ്രദായത്തിലൂടെ ആയിരുന്നു ഇവർക്കൊക്കെ ഭൂമി പതിച്ചു കൊടുത്തിരുന്നത്. അടുത്തതായിട്ട് അക്ബർ തൻ്റെ അനുയായികളോട് കൽപ്പിച്ചതായി തുസൂക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൻ്റെ അനുയായികൾ മറ്റു മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ച് സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹ് ഈക്കുൽ, അതായത് എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിൽ ഒഴികെ ആയുധമെടുക്കുകയോ ചെയ്യരുത്. അപ്പോൾ അങ്ങനെ ഒരു അഹിംസ നിലനിർത്തണമെന്നാണ് ആര് പറഞ്ഞിരുന്നത്? അക്ബർ പറഞ്ഞിരുന്നത്. ഏത് കൃതിയിലാണ്?
തുസുക്കി ജഹാംഗീറിലാണ്. ജഹാംഗീറിൻ്റെ ഓർമ്മക്കുറിപ്പാണ് തുസുക്കി ജഹാംഗീറി. അപ്പോൾ ജഹാംഗീറിൻ്റെ ഓർമ്മക്കുറിപ്പിലാണ് അക്ബറിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി ജസ്യൂട്ട് പാതിരി പിയറി ജാറിക്ക് തയ്യാറാക്കിയ അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം എഴുതിയ ഒരു അനുശോചന കുറിപ്പാണ് അവിടെ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അപ്പോൾ അക്ബറിൻ്റെ പ്രധാന കാര്യങ്ങളൊക്കെ ഈ ഒരു സെൻറ്റൻസിലുണ്ട്. കിഴക്കിനെ വിറപ്പിച്ചിരുന്നു, എന്നാൽ അതുപോലെ മമതയും മറ്റുള്ളവരോട് സഹവർത്തിത്വം ഒക്കെ ഉണ്ടായിരുന്നു ആർക്ക്? അക്ബർ ചക്രവർത്തിക്ക്. അപ്പോൾ ആരാണ്? ജസ്യൂട്ട് പാതിരി പിയറി ജാറിക്ക് എഴുതിയ ഓർമ്മക്കുറിപ്പാണിത്. 1605 ഈ ഒരു അനുശോചനക്കുറിപ്പ് തയ്യാറാക്കിയത്. അക്ബർ ചക്രവർത്തി ജനങ്ങളുടെ പരാതി കേട്ടിരുന്ന സദസ്സാണ് ദിവാൻ ഇ ഖാസ്. അപ്പോൾ ആ ഒരു പേര് നോട്ട് ചെയ്ത് വെക്കാം. പരാതി കേൾക്കാനുണ്ടായിരുന്ന സദസ്സാണ് ദിവാൻ ഇ ഖാസ്. അടുത്തതായിട്ട് മുഗൾ രാജ്യത്തിൽ എന്തൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്? ആ ഒരു ഓർഡറിലാണ് നമ്മുടെ ആ ഒരു സമൂഹം, അന്നത്തെ മുഗൾ രാജ്യത്തിലെ ഒരു സമൂഹം നിലനിന്നിരുന്നത്. അപ്പോൾ താഴെത്തട്ടിൽ ഗ്രാമമായിരുന്നു, അത് കഴിഞ്ഞ് പർഗാന, അതിന് ശേഷം സർക്കാർ, ഏറ്റവും മുകൾ തട്ടിൽ സുബയായിരുന്നു. അപ്പം മുഗൾ ഭരണകാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ഏറ്റവും താഴെ തട്ടായിരുന്നു ഗ്രാമം. മുഗൾ ഭരണകാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലമായിരുന്നു സുബ. അപ്പോൾ അങ്ങനെയുള്ള പേരുകളിലായിട്ട് ഒരു രാജ്യത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. മുഗൾ ഭരണകാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ സുബ, സർക്കാർ, പർഗാന, ഗ്രാമം എന്നിങ്ങനെ ക്രമീകരിച്ചത് അക്ബറാണ്. അപ്പോൾ ഈ സംവിധാനത്തോടെ ഒരു രാജ്യത്തെ അറേഞ്ച് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അക്ബറാണ്. അപ്പോൾ 4 സംവിധാനങ്ങളായിട്ട് ഭരണ സൗകര്യത്തിന് വേണ്ടി അക്ബർ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. മുഗൾ ഭരണ സംവിധാനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ സവിശേഷതകളായിരുന്നു? രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വ സൈന്യാധിപനും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു. അപ്പോൾ ചക്രവർത്തിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. മതപണ്ഡിതന്മാരാണ്, അതായത് ഖാസിമാർ എന്നായിരുന്നു മതപണ്ഡിതന്മാർക്ക് പറയുന്നത്. അപ്പോൾ ഈ ഖാസിമാരാണ് നീതിന്യായ നിർവഹണത്തിനായി തർക്കങ്ങളിൽ അന്വേഷണം നടത്തി വിധി കൽപ്പിച്ചിരുന്നത്. അപ്പോൾ അവിടെ മതപണ്ഡിതന്മാർ നിർണ്ണയിക്കുന്നതായിരുന്നു വിധി എന്നത്. ഖാസിമാരുടെ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പരാതി പറയുന്ന ഒരു സദസ്സായിരുന്നു എന്ത്? ദിവാൻ ഇ ഖാസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ദിവാൻ ഇ ഖാസ്. അപ്പോൾ അങ്ങനെ ചക്രവർത്തി അന്തിമമായിട്ട് തീരുമാനമെടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഭരണകാര്യങ്ങളിൽ രാജാവ് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു. അപ്പോൾ രാജാവിന് ഇവരൊക്കെ ഉപദേശം നൽകിയിരുന്നു ഭരണകാര്യങ്ങളിൽ, മന്ത്രിമാരും വകുപ്പ് അധ്യക്ഷന്മാരും. മുഗൾ ഭരണകാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയുടെ സവിശേഷതകൾ. ഇപ്പോൾ ഭരണകാര്യങ്ങളുടെ സവിശേഷതകൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ സമൂഹം എങ്ങനെയായിരുന്നു? ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതി നിലനിന്നിരുന്നു. സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടു. സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. രാജ്യത്തെ ജനങ്ങൾ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അപ്പോൾ കാർഷിക വൃത്തിയിലൂടെയായിരുന്നു അവർ ഉണ്ടായിരുന്നത്. കർഷകർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. പണ്ടത്തെ കാലത്ത് സ്വാഭാവികമായും ജാതി വ്യവസ്ഥ ഉണ്ടായിരിക്കും. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടുത്തെ ജനജീവിതം എന്നത്. മുഗൾ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിലെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് വിവരം നൽകിയ ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ടവർണിയർ. ഇപ്പോൾ ടവർണിയർ ഫ്രഞ്ച് സഞ്ചാരിയാണെന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ മുഗൾ കാലഘട്ടത്തിലെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് വിവരം നൽകി. അപ്പോൾ ഈ ഒരു പോയിൻ്റ് അതേപോലെ വേണമെങ്കിൽ ചോദിക്കാവുന്നതേ ഉള്ളൂ. മുഗൾ ഭരണകാലഘട്ടത്തിലെ തൊഴിൽ കേന്ദ്രങ്ങളെയും തൊഴിൽ വിഭാഗങ്ങളെയും കുറിച്ച് വിവരണം നൽകിയ ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ബെർണിയർ. അപ്പോൾ ടവർണിയറും ബെർണിയറും ഫ്രഞ്ച് സഞ്ചാരികളാണ്. എന്താണ് വ്യത്യാസം? ജനജീവിതത്തെക്കുറിച്ചായിരുന്നു ടവർണിയർ പറഞ്ഞത്, എന്നാൽ തൊഴിൽ കേന്ദ്രങ്ങളെയും തൊഴിൽ വിഭാഗങ്ങളെയും കുറിച്ച് പറഞ്ഞത് ബെർണിയർ ആയിരുന്നു.
ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴിനീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. ഇങ്ങനെ ഒരു ഓർമ്മക്കുറിപ്പ്, ഒരു യാത്രാ വിവരണം പോലെ എഴുതിയത് റാൽഫ് ഫിച്ചാണ്. ഇപ്പോൾ റാൽഫ് ഫിച്ച് ആരാണ്? ഇംഗ്ലീഷുകാരനായിരുന്നു. നമ്മുടെ ഇന്ത്യ സന്ദർശിക്കാൻ വന്ന വേളയിൽ എഴുതിയതാണ് റാൽഫ് ഫിച്ച്. റാൽഫ് ഫിച്ച് എഴുതിയതാണ് ഈ ഒരു കുറിപ്പ്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് റാൽഫ് ഫിച്ച്. മുഗൾ കാലഘട്ടത്തിലെ കാർഷിക മേഖലയിലെ സവിശേഷതകൾ. അപ്പോൾ 3 സഞ്ചാരികളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അവരുടെ ആ ഒരു പോയിൻ്റ്, ഈ റാൽഫ് ഫിച്ച് പറഞ്ഞ കാര്യങ്ങൾ പഴയ ടെക്സ്റ്റ് ബുക്കിലും ആഡ് ചെയ്തിരുന്നു. പുതിയതിലും ഉണ്ട്, പഴയതിലും ഉണ്ട്. അപ്പോൾ ആ ഒരു പോയിൻ്റൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. അടുത്തതായിട്ട് മുഗൾ കാലഘട്ടത്തിലെ കാർഷിക മേഖലയിൽ എന്തൊക്കെയായിരുന്നു? നെല്ല്, ഗോതമ്പ്, ബാർലി, പരുത്തി, കരിമ്പ്, എണ്ണക്കുരുക്കൾ തുടങ്ങിയവ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടെ കൃഷി ചെയ്തിരുന്നത്. വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നു. അപ്പോൾ നെല്ലിനങ്ങളും അതുപോലെ മറ്റ് ധാന്യങ്ങളും കരിമ്പും പരുത്തിയും എണ്ണക്കുരുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയ അബുൾ ഫസലിൻ്റെ പുസ്തകമാണ് ഐൻ-ഇ-അക്ബരി. അപ്പോൾ നേരത്തെ നമ്മൾ നവരത്നങ്ങളൊക്കെ പറഞ്ഞല്ലോ, അവരൊക്കെ രേഖപ്പെടുത്തി വെച്ച ബുക്കുകളിലൂടെയൊക്കെയാണ് നമുക്ക് ഈ വിവരങ്ങളൊക്കെ ലഭിച്ചത്. അപ്പോൾ നെല്ലിനങ്ങൾ കുറേ അന്നത്തെ കാലത്ത് കൃഷി ചെയ്തിരുന്നു എന്ന് പറയുന്ന അബുൾ ഫസലിൻ്റെ പുസ്തകമാണ് ഐൻ-ഇ-അക്ബരി. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓർത്ത് വെക്കുക, ഐൻ-ഇ-അക്ബരി. അതിൽ അരി എന്നൊരു അക്ബരിയിൽ നിന്ന് നമുക്ക് അരി എടുത്ത് മാറ്റി കഴിഞ്ഞാൽ വിവിധ നെല്ലിനങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒരു കോഡ് പോലെ സെറ്റ് ചെയ്ത് വെക്കാം. ഐൻ-ഇ-അക്ബരി അബുൾ ഫസലിൻ്റെ ആണ്. വിവിധ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നു. അക്ബറിൻ്റെ ഉപദേശകനായ മുഗൾ കാലഘട്ടത്തിലെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൾ ഫസൽ. അപ്പോൾ അബുൾ ഫസൽ അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലെ മുഖ്യ ചരിത്രകാരനായിരുന്നു. അക്ബറിൻ്റെ ജീവചരിത്രമായ അക്ബർ നാമ പേർഷ്യൻ ഭാഷയിലാണ് എഴുതിയത്. അതെഴുതിയത് ആരാണ്? അബുൾ ഫസലാണ്. പേർഷ്യൻ ഭാഷയിൽ എഴുതിയ അക്ബറിൻ്റെ ജീവചരിത്രമായ അക്ബർ നാമ എഴുതിയത് അബുൾ ഫസലാണത് ചോദിക്കാറുണ്ട്, അബുൾ ഫസലിൻ്റെ കൃതി. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കാർഷിക മേഖലയിലെ പോയിൻറ്റ്സ് ആണ് ഇത്. എന്തൊക്കെയായിരുന്നു കൃഷി ചെയ്തതെന്ന് പറഞ്ഞു വെച്ചു. അടുത്തതായിട്ട് നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ടും നികുതി കൊടുക്കണമായിരുന്നു. സാങ്കേതിക വിദ്യകളുടെ പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. അപ്പോൾ അങ്ങനെ സാങ്കേതിക വിദ്യകളൊക്കെ അന്നേ കടന്നു വന്നിരുന്നു. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും ഉപയോഗപ്പെടുത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ ജലസേചനത്തിന് സംവിധാനങ്ങളുണ്ടായിരുന്നു, പേർഷ്യൻ ചക്രവും കനാലുകളും. കാർഷിക രംഗത്തെ ഉൽപ്പാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. അപ്പോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ മറ്റ് ദേശങ്ങളിലേക്കൊക്കെ കൂടുതലായിട്ട് ധാന്യങ്ങൾ കൊണ്ടുപോകാൻ തുടങ്ങി, സംഭരിച്ച് വെക്കാൻ തുടങ്ങി. അങ്ങനെ നഗരവൽക്കരണവും എല്ലാം കൂടി വന്നു. തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു മുഗൾ കാലഘട്ടത്തിലെ പ്രധാന കയറ്റുമതി ഇനങ്ങൾ. അപ്പോൾ ഈ ഒരു പോയിന്റ് വേണമെങ്കിൽ ചോദിക്കാവുന്നതേ ഉള്ളൂ, എന്തൊക്കെയായിരുന്നു? തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി കയറ്റുമതി ചെയ്തിരുന്ന വിഭവങ്ങളായിരുന്നു ഇവ. മുഗൾ കാലഘട്ടത്തിൽ മികച്ച ജലഗതാഗത സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ജലഗതാഗതത്തിലൂടെയായിരുന്നു ഇവരിതൊക്കെ കൈമാറ്റം ചെയ്തിരുന്നത്, കച്ചവടം നടത്തിയിരുന്നത്. മുഗൾ ഭരണകാലത്തെ നഗരങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത്. നഗരങ്ങളും ഇന്നത്തെ രാജ്യങ്ങളും. ധാക്ക എവിടെയാണ്? ഇന്നും ബംഗ്ലാദേശിലാണ് ധാക്ക. അത് നമുക്ക് ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. അടുത്തതായിട്ട് മൂർഷിദാബാദ് ഇന്ത്യയിലായിരുന്നു. അങ്ങനെയൊരു നഗരം അവിടെ വളർന്നു വന്നിരുന്നു. ലാഹോർ പാകിസ്ഥാൻ, സൂറത്ത് ഇന്ത്യ, ആഗ്ര ഇന്ത്യ. അപ്പോൾ മൂർഷിദാബാദ് മാത്രം ഒന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മുഗൾ കാലഘട്ടത്തിലെ സാംസ്കാരിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഷാജഹാൻ്റെ മകനാണ് ദാരാ ഷിക്കോവ്. അപ്പം അന്നത്തെ കാലത്ത് സാംസ്കാരികപരമായിട്ട് ഒരുപാട് കൃതികൾ വിവർത്തനം ചെയ്യുക, അതുപോലെ എഴുതപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഷാജഹാൻ്റെ മകനാണ് ദാരാ ഷിക്കോവ്. അക്ബറിൻ്റെ കാലത്ത് മഹാഭാരത കഥ രാസ്നാമ എന്ന പേരിൽ പൂർണ്ണമായി ചിത്രരൂപത്തിലാക്കിയ ചിത്രകാരനാണ് ദസ്വന്ത്. അപ്പോൾ രാസ്നാമ ഒരു ചിത്രകഥാരൂപത്തിൽ മഹാഭാരത കഥ മാറ്റിയ സംഭവമായിരുന്നു രാസ്നാമ. അപ്പോൾ എഴുതിയത് ആരാണ്? ചിത്രകാരൻ ആരാണ്? ദസ്വന്താണ്. അപ്പോൾ രാസ്നാമ ദസ്വന്ത്.
അതുപോലെ മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ദാരാ ഷിക്കോവ്. മുഗൾ കാലഘട്ടത്തിലെ നിർമ്മിതികളും പണി കഴിപ്പിച്ച ഭരണാധികാരികളും. അപ്പോൾ ഇത് സാംസ്കാരിക രംഗത്ത് വരുന്ന ഒരു പോയിൻ്റാണ്. 2 ബുക്കുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു, മഹാഭാരത കഥയെ മാറ്റിയത് പറഞ്ഞു. അതുകൂടാതെ നിർമ്മിതികൾ എന്തൊക്കെയായിരുന്നു? താജ്മഹൽ, ആഗ്ര കോട്ട, ജുമാ മസ്ജിദ്, ചെങ്കോട്ട, ഇതൊക്കെ ഷാജഹാനാണ് നിർമ്മിച്ചത്. നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഷാജഹാനാണ് ഈ 4 നിർമ്മിതികൾ. താജ്മഹൽ, ആഗ്ര കോട്ട, ജുമാ മസ്ജിദ്, ചെങ്കോട്ട. ഇതിൽ ചെങ്കോട്ട ഡൽഹിയിലും ജുമാ മസ്ജിദ്, ആഗ്ര കോട്ട, താജ്മഹൽ ഇതൊക്കെ ആഗ്രയിലുമാണ്. അടുത്തതായിട്ട് ആരാംബാഗ് പൂന്തോട്ടം. ആഗ്രയിലെ ആണ് ആരാംബാഗ് പൂന്തോട്ടം. ബാബറാണ് പണി കഴിപ്പിച്ചത്. ജോധാബായി കൊട്ടാരം. ഫത്തേപൂർ സിക്രി അക്ബറാണ്. ബീബി കാ മക്ബറ ഔറംഗാബാദിലാണ് ബീബി കാ മക്ബറ. ഔറംഗസീബിൻ്റെ മകൻ അസം ഷായാണ് ബീബി കാ മക്ബറ പണി കഴിപ്പിച്ചത്. അസം ഷാ. അപ്പോൾ ഈ നിർമ്മിതികളൊക്കെ ചോദിക്കാം, നോട്ട് ചെയ്ത് വെക്കാം. അക്ബറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരിയാണ് ജഹാംഗീർ. നമ്മൾ നേരത്തെ ആ ഓർഡറൊക്കെ പഠിച്ചു. അപ്പം അക്ബറിന് ശേഷം ജഹാംഗീർ ആയിരുന്നു. സാധാരണ ജനങ്ങൾക്ക് ചക്രവർത്തിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുന്നതിന് വേണ്ടി ജഹാംഗീർ നടപ്പിലാക്കിയ സംവിധാനമാണ് നീതി ചങ്ങല അഥവാ ആവലാതി ചങ്ങല. എല്ലാവർക്കും പരാതി പറയാനുള്ള ഒരു സംവിധാനമായിരുന്നു നീതി ചങ്ങല അഥവാ ആവലാതി ചങ്ങല. ആരാണ് കൊണ്ടുവന്നത്? ജഹാംഗീറിൻ്റെതായിരുന്നു നീതി ചങ്ങല. രവി നദീതീരത്ത് ലാഹോറിൽ ജഹാംഗീറിൻ്റെ ശവകുടീരം പണി കഴിപ്പിച്ചത് ഷാജഹാനാണ്. അപ്പോൾ ജഹാംഗീറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ശവകുടീരം പണി കഴിപ്പിച്ചത് ഷാജഹാൻ. ലാൽ കില എന്നറിയപ്പെടുന്നത് ചെങ്കോട്ട. അപ്പോൾ ലാലിൽ തന്നെയുണ്ട് ചുവന്ന നിറം. ലാൽ കില ചെങ്കോട്ടയാണ്. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്ന ചരിത്ര സ്മാരകമാണ് ചെങ്കോട്ട. അപ്പോൾ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിലാണ് പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത്. ചെങ്കോട്ടയിൽ ജനങ്ങളുടെ പരാതി നേരിട്ട് കേൾക്കാനായി ഷാജഹാൻ നിർമ്മിച്ച ഹാളാണ് ദിവാനി ആം. അപ്പോൾ ആ ഹാളിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചെങ്കോട്ടയിൽ ജനങ്ങളുടെ പരാതി നേരിട്ട് കേൾക്കാൻ വേണ്ടി ഷാജഹാൻ നിർമ്മിച്ച ഹാളാണ് ദിവാൻ ഇ ആം. അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്നു ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ രണ്ടാമനെന്നും അറിയപ്പെട്ടു. 1737 മുതൽ 1757 വരെയായിരുന്നു കാലഘട്ടം. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മുഗൾ ഭരണാധികാരി എന്നും ചോദ്യം വന്നാലും ബഹദൂർ ഷാ സഫർ തന്നെയാണ്. അവസാനം റങ്കൂണിലേക്ക് നാട് കടത്തുക, അങ്ങനെയാണ് ബഹദൂർ ഷാ സഫർ മരിച്ചത്. അടുത്തതായിട്ട് വിജയനഗരത്തിൻ്റെ പ്രത്യേകതകളാണ്. വിജയനഗര സാമ്രാജ്യം എപ്പോഴാണ് വന്നത്, അങ്ങനെയൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. വിജയനഗരം എന്ന വാക്കിൻ്റെ അർത്ഥം വിജയത്തിൻ്റെ നഗരം. വിജയനഗരം ഒരേ സമയം ഒരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു. വിജയനഗരം സ്ഥാപിച്ച സഹോദരങ്ങളായിരുന്നു ഹരിഹരനും ബുക്കനും. അപ്പോൾ മധ്യകാല ഇന്ത്യയിൽ ഒരു ഭാഗത്ത് ഡൽഹി ആസ്ഥാനമാക്കി മുഗൾ ഭരണം വന്നു. വിജയനഗരം വേറൊരു ഭാഗത്ത് വന്നു. അതായത് ഹംപി ആസ്ഥാനമാക്കിയിട്ട് വിജയനഗരം അവിടെ ഉണ്ടായിരുന്നു. വിജയനഗരം സ്ഥാപിച്ച സഹോദരങ്ങളാണ് ഹരിഹരനും ബുക്കനും. വിജയനഗര സാമ്രാജ്യം സ്ഥാപിതമായത് CE 1336. അപ്പോൾ വിജയനഗരമായിരുന്നു ആദ്യം, മുഗൾ കാലഘട്ടത്തിനൊക്കെ മുമ്പേ. 1336 വിജയനഗരം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഹംപി, കർണാടക. വിജയനഗരം സ്ഥിതി ചെയ്യുന്ന നദീതീരം തുംഗഭദ്ര. അത് ചോദിക്കാറുണ്ട്. വിജയനഗരം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് തുംഗഭദ്ര. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് കാരണമായ യുദ്ധം തളിക്കോട്ട യുദ്ധം. തളിക്കോട്ട യുദ്ധത്തിൻ്റെ വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. 1565 തളിക്കോട്ട യുദ്ധം. CE 1565 നശിക്കപ്പെട്ട വിജയനഗരം ജനമനസ്സുകളിൽ ഹംപി എന്ന പേരിൽ നിലനിന്നു. അപ്പോൾ വിജയനഗരം ആസ്ഥാനം ഹംപി ആയതുകൊണ്ട് തന്നെ ആ ഒരു പേരിലാണ് നിലനിൽക്കുന്നത്. 1800-ൽ ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് കേണൽ മക്കൻസി. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് കണ്ടെത്തിയത്? കേണൽ മക്കൻസി ആണ് 1800-കളിൽ ഈ ഒരു ഹംപി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വിജയനഗര രാജവംശങ്ങളും രാജാക്കന്മാരും. അതിൽ
ഒരുപാട് രാജവംശങ്ങളുണ്ടായിരുന്നു. ഹരിഹരനും ബുക്കനുമാണ് സ്ഥാപിച്ചത്. അതിനുശേഷവും 2-3 വംശങ്ങൾ വന്നിരുന്നു. അപ്പോൾ സംഗമ രാജവംശം, ആദ്യത്തെ രാജവംശമായ സംഗമ രാജവംശത്തിൽ അതിൻ്റെ സ്ഥാപകന്മാരാണ് ഹരിഹരനും ബുക്കനും. അടുത്തതായി വന്നത് സാലുവ വംശമായിരുന്നു. നരസിംഹ സാലുവയായിരുന്നു രാജാവ്. അടുത്തതായിട്ട് തുളുവ വംശം, അതിൽ വീരനരസിംഹനും കൃഷ്ണദേവരായരും. തുളുവയിൽ വീരനരസിംഹൻ, കൃഷ്ണദേവരായർ 2 പേരായിരുന്നു പ്രധാനമായും. അരവിഡു വംശത്തിൽ തിരുമലയും വെങ്കിട ഒന്നാമനും. തിരുമല വെങ്കിട ഒന്നാമൻ അരവിഡു വംശത്തിലായിരുന്നു. അപ്പോൾ ഈ 4 വംശങ്ങളും നോട്ട് ചെയ്ത് വെക്കുക. അവിടുത്തെ രാജാക്കന്മാരെയും പഠിച്ചു വെക്കുക. അടുത്തതായിട്ട് കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരുടെ ഭരണ കാലഘട്ടം 1509 മുതൽ 1529 വരെയാണ്. അപ്പോൾ ആ കാലഘട്ടവും നോട്ട് ചെയ്ത് വെക്കുക. 1509 മുതൽ 1529 വരെ. കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളിൽ പുരോഗതി കൈവരിച്ചത് ഏത് വിജയനഗര രാജാവിൻ്റെ കാലത്താണ്? കൃഷ്ണദേവരായർ. അപ്പോൾ ആ ഒരു മേഖലകളിലൊക്കെ ശക്തമായ മുന്നേറ്റം ഉണ്ടായിരുന്നു. കലാ, സാഹിത്യം, സാംസ്കാരികം. എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്ത വിജയനഗര ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. അപ്പോൾ അക്ബർ ദിൻ ഇലാഹി മതമൊക്കെ കൊടുത്ത പോലെ എല്ലാവർക്കും സമാധാനം എന്ന് പറഞ്ഞ പോലെ തന്നെ കൃഷ്ണദേവരായർ വിജയനഗര വംശത്തിലും ചെയ്തിരുന്നു. കൃഷ്ണദേവരായരുടെ പ്രധാന കൃതികളാണ് അമുക്തമാല്യതയും ജാമ്പവതി കല്യാണവും. അപ്പോൾ ഈ 2 കൃതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ചോദിക്കാറുണ്ട് അമുക്തമാല്യത എഴുതിയത് ആരാണ്, അതുപോലെ ജാമ്പവതി കല്യാണം. 2ഉം കൃഷ്ണദേവരായരാണ്. അമുക്തമാല്യത തെലുങ്കിലും ജാമ്പവതി കല്യാണം സംസ്കൃതത്തിലുമാണ്. രാജ്യതന്ത്രത്തെയും ഭരണതന്ത്രത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന കൃഷ്ണദേവരായരുടെ കൃതിയാണ് അമുക്തമാല്യത. അമുക്തമാല്യതയിലെ പ്രതിപാദ്യം എന്തൊക്കെയാണ്? രാജ്യതന്ത്രം, അതുപോലെ ഭരണതന്ത്രം. അതായിരുന്നു അമുക്തമാല്യതയിലെ പ്രതിപാദ്യ വിഷയം. കന്നഡ, തെലുങ്ക്, തമിഴ് സാഹിത്യങ്ങളെ കൃഷ്ണദേവരായർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു മേഖലയിലാണ് തെലുങ്ക്, കന്നഡ, തമിഴ് ഈ ഭാഷകളിലെ സാഹിത്യങ്ങളെ ആയിരുന്നു കൃഷ്ണദേവരായർ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സായിരുന്നു അഷ്ടദിഗ്ഗജങ്ങൾ. പണ്ഡിത സദസ്സ് അറിയപ്പെട്ടിരുന്നത് അഷ്ടദിഗ്ഗജങ്ങൾ. അക്ബറിൻ്റെത് എന്തായിരുന്നു? നവരത്നങ്ങളായിരുന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയാണ് ബാർബോസ. അപ്പോൾ നമ്മൾ ടവർണിയറെ, അതുപോലെ മേലെ 2-3 പേരെ റാൽഫിച്ചിനെയൊക്കെ പഠിച്ചല്ലോ. അതുപോലെയാണ് കൃഷ്ണദേവരായരുടെ സദസ്സിൽ വന്ന പോർച്ചുഗീസ് സഞ്ചാരിയായിരുന്നു ബാർബോസ. അപ്പോൾ ഇത് കൂട്ടത്തിൽ ചേർക്കാനൊക്കെ വരാറുണ്ട്. കൃഷ്ണദേവരായർക്ക് യോജിച്ചത് ബാർബോസ, അതുപോലെ അക്ബറിനെ യോജിച്ചത്, ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതുപോലെ രാജ്യം ചോദിക്കാറുണ്ട്. ബാർബോസ പോർച്ചുഗീസുകാരനാണ്. അടുത്തതായിട്ട് ബാർബോസ എഴുതി ചേർത്ത കൃഷ്ണദേവരായരെക്കുറിച്ചുള്ള വാക്കുകളാണ്. ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നുപോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വവും നിറഞ്ഞതാണ്. അപ്പം അങ്ങനെ വളരെയധികം സമത്വം നിറഞ്ഞ ഒരു കാലമായിരുന്നു കൃഷ്ണദേവരായരുടേതെന്ന് പറയാൻ വേണ്ടിയിട്ട് ബാർബോസ എഴുതി ചേർത്തതാണത്. അടുത്തതായിട്ട് അഷ്ടദിഗ്ഗജങ്ങൾ. നമ്മൾ പറഞ്ഞു പണ്ഡിത സദസ്സ്. കൃഷ്ണദേവരായരുടെ രാജ്യസദസ്സാണ് അഷ്ടദിഗ്ഗജങ്ങൾ. 8 പ്രമുഖ കവികൾ അറിയപ്പെട്ടിരുന്നതാണ് അഷ്ടദിഗ്ഗജങ്ങൾ. അഷ്ടദിഗ്ഗജങ്ങളിലെ ഏറ്റവും പ്രധാനിയായിരുന്നു അല്ലസാനി പെദണ്ണ. അഷ്ടദിഗ്ഗജങ്ങളിലെ ഏറ്റവും പ്രധാനിയായിരുന്നത് അല്ലസാനി പെദണ്ണയാണ്. തെലുങ്ക് കവിതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അല്ലസാനി പെദണ്ണ. അപ്പോൾ ഇതൊക്കെ വൺ വേർഡായിട്ട് ചോദിക്കാറുണ്ട്. തെലുങ്ക് കവിതയുടെ പിതാവ്. അല്ലസാനി പെദണ്ണയെ ആന്ധ്ര കവിതാ പിതാമഹൻ എന്ന് വിശേഷിപ്പിച്ചത് കൃഷ്ണദേവരായരാണ്. കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷകനായ പണ്ഡിതനാണ് തെന്നാലി രാമൻ. നമ്മൾ തെന്നാലി രാമൻ കഥകളൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആരുടെ സദസ്സിലെ ആയിരുന്നു? കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷകനായ പണ്ഡിതനായിരുന്നു. വികടകവി എന്ന പേരിൽ അറിയപ്പെടുന്നത് തെന്നാലി രാമനാണ്. വികടകവി തെന്നാലി രാമൻ. അടുത്തതായിട്ട് വിജയനഗര ഭരണ സംവിധാനത്തിൻ്റെ സവിശേഷതകൾ.
എന്തൊക്കെയായിരുന്നു അന്നത്തെ ഭരണ സംവിധാനം? രാജവാഴ്ച നിലനിന്നിരുന്നു. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ, അതായത് പ്രവിശ്യ എന്ന് പറയും, പിന്നെ നാടുകൾ, ജില്ല, അതുപോലെ സ്ഥലം, ഉപജില്ലകൾ, പിന്നെ ഗ്രാമങ്ങൾ എന്നിങ്ങനെ 4ആയിട്ട് വിഭജിച്ചു. അപ്പോൾ മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലങ്ങൾ, ഗ്രാമങ്ങൾ, ഇതായിരുന്നു 4 വിഭാഗങ്ങൾ. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കുന്നതിനുമുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. അപ്പോൾ അന്തിമ തീരുമാനം എപ്പോഴും രാജാവിന് തന്നെയായിരുന്നു. വിജയനഗരത്തിലെ മന്ത്രിമാർ അറിയപ്പെടുന്നത് ദണ്ഡനായക എന്നാണ് മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ദണ്ഡ് എന്ന് വെച്ചാൽ വടി എന്നാണ് അർത്ഥം. വടി പിടിക്കുന്ന നായകൻ എന്നൊരു മീനിങ് നമുക്ക് ഓർത്ത് വെക്കാം. മന്ത്രിയാണ് എല്ലാത്തിൻ്റെയും അധിപൻ എന്നുള്ള വടി പിടിക്കുന്ന നായകനായിട്ട് ദണ്ഡനായക. നീതി നിർവഹണത്തിനായി കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് വിജയനഗരത്തിൽ കോടതികൾ ഉണ്ടായിരുന്നു. പിന്നെ അപ്പീൽ അധികാരി രാജാവായിരുന്നു. അപ്പോൾ അവസാനത്തെ വാക്ക് രാജാവിൻ്റേതായിരുന്നു. ഗ്രാമങ്ങളുടെ ഭരണത്തിനായി വിജയനഗര ഭരണകാലത്ത് നിലനിന്നിരുന്ന സമ്പ്രദായമാണ് അയ്യഗാർ സമ്പ്രദായം. അപ്പോൾ ഗ്രാമങ്ങളിൽ ഭരണം നടത്താൻ വേണ്ടിയിട്ട് ഒരു സമ്പ്രദായം നിലനിന്നിരുന്നു. അയ്യഗാർ സമ്പ്രദായം എന്നാണ് അതറിയപ്പെട്ടിരുന്നത്. അയ്യഗാർ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാന ഘടകമായിരുന്നു ഗ്രാമം. അപ്പം നമുക്കിതൊക്കെ ഓർത്ത് വെക്കാൻ കുറച്ച് വിഷമമുണ്ടെങ്കിലും നമ്മൾ ആ ഒരു പോയിൻറ്റ്സൊക്കെ പഠിച്ചു വെക്കാം. അയ്യഗാർ സമ്പ്രദായം എന്തായിരുന്നു? ഗ്രാമങ്ങളുടെ ഭരണത്തിനായിട്ട് വിജയനഗര ഭരണകാലത്ത് നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. അടിസ്ഥാന ഘടകം ഗ്രാമമാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഗ്രാമത്തിൽ ഭരിക്കാൻ വേണ്ടിയാണല്ലോ. വിജയനഗര ഭരണത്തിലെ സൈനിക മേധാവികൾ അറിയപ്പെട്ടിരുന്നത് അമരനായകന്മാർ. അമരത്തുള്ള നായകന്മാർ എന്ന് ഓർത്ത് വെക്കുക. സൈനിക മേധാവിയാണ് അമരനായകന്മാർ. അമരനായകന്മാർക്ക് രാജാക്കന്മാർ അനുവദിച്ചിരുന്ന ഭൂപ്രദേശങ്ങൾ അമര എന്നറിയപ്പെട്ടു. അപ്പം അക്ബർ മൻസബ്ദാരിയെ അനുവദിച്ചു കൊടുത്ത പോലെ തന്നെ ഇവിടെയും അമര എന്ന പേരിൽ ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു കൊടുത്തു. അമര പ്രദേശത്തെ നികുതി പിരിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു. അമരനായകന്മാർ നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്ന വ്യവസ്ഥയാണ് അമരനായക സംവിധാനം. അപ്പോൾ ഇവർ സൈനിക സമ്പ്രദായമൊക്കെ ഏതാണ്ട് രണ്ടിടത്തും സെയിം ആണ്. അപ്പോൾ അമരനായക സംവിധാനം എന്നത് നിശ്ചിത എണ്ണം കാലാളുകളെയും കുതിരകളെയും ആനകളെയും ഒക്കെ നിലനിർത്തിയിരുന്ന വ്യവസ്ഥയായിരുന്നു. അടുത്തതായിട്ട് സാമൂഹ്യ വ്യവസ്ഥിതി. എങ്ങനെയായിരുന്നു സമൂഹത്തിൻ്റെ അവസ്ഥ? ബ്രാഹ്മണർക്ക് സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും മുന്തിയ ജാതി ആയതുകൊണ്ട് തന്നെ മേധാവിത്വമുണ്ട്. ക്ഷേത്രഭൂമിയിൽ നിന്നുള്ള വരുമാനം ബ്രാഹ്മണർക്ക് അവകാശപ്പെട്ടതായിരുന്നു. ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയത് ബ്രാഹ്മണന്മാരായിരുന്നു. സമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങൾ കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ മുന്തിയ ജാതിക്കാരായ ബ്രാഹ്മണന്മാർ പൂജാതി കർമ്മങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ മറ്റു വിഭാഗങ്ങൾ കൃഷിയും കച്ചവടവും കൈത്തൊഴിലുമായിട്ടൊക്കെ കഴിഞ്ഞുകൂടി. രാജകൊട്ടാരത്തിൽ കണക്കുകൾ തയ്യാറാക്കിയിരുന്നതും പൂന്തോട്ടം അലങ്കരിച്ചിരുന്നതും സ്ത്രീകളാണ്. അപ്പോൾ ആ ഒരു സ്ത്രീകളുടെ ഉന്നമനം, കണക്കുകൾ തയ്യാറാക്കാനൊക്കെ അവർ മുന്നിൽ നിന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ചിലപ്പം ഇതൊക്കെ അന്നുണ്ടായിരുന്നോ എന്ന് സംശയം തോന്നും. കൂട്ടത്തിൽപ്പെടാത്ത സ്റ്റേറ്റ്മെൻറ്റൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ പഠിച്ചു വെക്കാം. രാജകൊട്ടാരത്തിൽ കണക്കുകൾ തയ്യാറാക്കുന്നു, അതുപോലെ പൂന്തോട്ടം അലങ്കരിച്ചിരുന്നു. സമ്പന്നരിൽ ബഹുഭാരിത്വം നിലനിന്നിരുന്നു. ശൈശവ വിവാഹം, സതീ സമ്പ്രദായം എന്നിവ നിലനിന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ വിജയനഗര കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ശൈശവ വിവാഹം, അതുപോലെ ബഹുഭാരിത്വം, സതീ സമ്പ്രദായം. അടുത്തതായിട്ട് ഡൊമിംഗോ പയസിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ്, ഒരു യാത്രാ വിവരണത്തിലെ ഒരു ഭാഗമാണ് അവിടെ കൊടുത്തിരുന്നത്. ഡൊമിംഗോ പയസ് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയാണ്. മുന്നോട്ടു പോകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. അപ്പോൾ അന്നത്തെ ഒരു കച്ചവട കേന്ദ്രത്തെക്കുറിച്ചാണ് ഡൊമിംഗോ പയസ് എഴുതി ചേർത്തത്. അടുത്തതായിട്ട് അന്നത്തെ കാർഷിക മേഖല എങ്ങനെയായിരുന്നു? ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. കാർഷിക വികസനത്തിനായി കമലാപുരം കുളം, ഹിരിയ കനാൽ, തുംഗഭദ്ര നദിയിലെ അണക്കെട്ട് എന്നിവ നിർമ്മിച്ചു. അപ്പോൾ ജലസേചനത്തിന് വേണ്ടി കമലാപുരം കുളം, ഹിരിയ കനാൽ, തുംഗഭദ്ര അണക്കെട്ട്. അടുത്തതായിട്ട് സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ് ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളായിരുന്നു അന്നത്തെ കാർഷിക മേഖലയിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത്.
അടുത്തതായി സാമ്പത്തിക വ്യവസ്ഥിതി. അപ്പോൾ സാംസ്കാരികവും കാർഷികവും അതുപോലെ ഭരണ കാലഘട്ടത്തിലെ പ്രത്യേകതയൊക്കെ പറഞ്ഞു. ഇനി സാമ്പത്തിക വ്യവസ്ഥിതി എങ്ങനെയായിരുന്നു? ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരം അനുസരിച്ചാണ് നികുതി നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ഗുണനിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നികുതി. ഭൂനികുതി, തൊഴിൽ നികുതി, വീട്ടുനികുതി, ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. അപ്പോൾ ഇതൊക്കെ അന്ന് ചുമത്തിയിരുന്നു. ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് പ്രോത്സാഹനം നൽകിയിരുന്നു. ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായി വ്യാപാരമുണ്ടായിരുന്നു. അപ്പോൾ അത്രയും കാലങ്ങൾക്ക് മുമ്പ് ചൈനയിലേക്കും ശ്രീലങ്കയിലേക്കും ഒക്കെ വ്യാപാരം നടത്തിയിരുന്നു. പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിൻ്റെ കുത്തക ഉണ്ടായിരുന്നത്. അപ്പോൾ അവരിങ്ങോട്ട് വന്ന് കച്ചവടം ചെയ്യുമായിരുന്നു. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളെ കച്ചവടം നടത്തിയിരുന്നത് അറബികളായിരുന്നു. അപ്പോൾ കുതിര കച്ചവടം കൂടുതലായിട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ യുദ്ധത്തിനൊക്കെ ആയിട്ട് സൈന്യത്തിലേക്കൊക്കെ കുതിരകളെ ആവശ്യമായിരുന്നല്ലോ. കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാർ അറിയപ്പെട്ടിരുന്നത് കുതിര ചെട്ടിച്ചികൾ. അപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്തൊക്കെ കുതിര ചെട്ടിച്ചികൾ എന്താണെന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എഴുതാം. അപ്പോൾ അറബികളായിരുന്നു കുതിര കച്ചവടത്തിന് നേതൃത്വം. പ്രാദേശികമായിട്ട് കുതിര കച്ചവടക്കാർ അറിയപ്പെട്ടിരുന്നത് കുതിര ചെട്ടിച്ചികൾ എന്നാണ്. കുതിര ചെട്ടികൾ എന്നാണ്. കുതിര വ്യാപാരത്തിൻ്റെ നിയന്ത്രണം അറബികളെ പിന്തള്ളി ഏറ്റെടുത്തത് പോർച്ചുഗീസുകാർ. അപ്പോൾ അറബികളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പോർച്ചുഗീസുകാരത് ഏറ്റെടുത്തു. സാംസ്കാരിക രംഗം. അടുത്തതായിട്ട് സാംസ്കാരിക രംഗത്തെ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? വേദങ്ങളും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചു. അപ്പോൾ വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ വളർച്ചകളുണ്ടായി. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം. അപ്പോൾ രാജാവ് ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഹസാര രാമക്ഷേത്രം, വിത്തല സ്വാമി ക്ഷേത്രം, വിരൂപാക്ഷ ക്ഷേത്രം, ലോട്ടസ് മഹൽ എന്നിവ വിജയനഗര ഭരണകാലത്ത് ഹംപിയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങളാണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹംപിയിൽ ഉണ്ടായിരുന്ന വിജയനഗര ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ പേരുകൾ: ഹസാര, വിത്തല, അതുപോലെ വിരൂപാക്ഷ, പിന്നെ ലോട്ടസ് മഹൽ. ദ്രാവിഡ ശില്പരീതിയിലുള്ള നിർമ്മാണമാണ് നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ ദ്രാവിഡ ശില്പരീതിയായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. വിജയനഗര ശില്പകലയുടെ സവിശേഷതയായ ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങൾ ഗോപുരങ്ങൾ എന്നറിയപ്പെട്ടു. അപ്പോൾ ക്ഷേത്ര കവാടങ്ങൾ ഗോപുരങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സാംസ്കാരിക രംഗത്തും ശാസ്ത്രരംഗത്തും വിജയനഗര കാലഘട്ടത്തിൽ പുരോഗതി ഉണ്ടായി. വിജയനഗര കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ച സാഹിത്യമാണ് തെലുങ്ക്. അപ്പോൾ തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്നത്. തെലുങ്കിനും തമിഴിനും അതുപോലെ കന്നഡയ്ക്കും കൃഷ്ണദേവരായർ ഇമ്പോർട്ടൻസ് കൊടുത്തു നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ തെലുങ്കാണ് ഏറ്റവും കൂടുതലായിട്ട് മുന്നോട്ട് വികാസം പ്രാപിച്ച് വന്നത്. നിരവധി സംസ്കൃത കൃതികൾ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ പ്രാദേശിക ഭാഷകളൊക്കെ ഉയർന്നു വന്നതോടുകൂടി പ്രാചീനമായിട്ടുണ്ടായിരുന്ന സംസ്കൃത കൃതികളൊക്കെ കൂടുതലായിട്ടും എല്ലാവർക്കും വായിക്കാനായിട്ട് തർജ്ജമ ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. മധ്യകാലഘട്ടത്തിലെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചും അതുപോലെ മുഗൾ കാലഘട്ടത്തെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയത് കൃതികളുണ്ട്, അതുപോലെ സഞ്ചാരികളുടെ പേരുകളുണ്ട്, പിന്നെ രാജാക്കന്മാരുടെ കാര്യങ്ങൾ. അപ്പോൾ ഒരുപാട് പോയിൻറ്റ്സൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പോയിൻറ്റ്സൊക്കെ ഉണ്ട്. അടുത്തൊരു ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.